ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? മഴയാണ്, ന്യൂനമർദ്ദം, കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ്, അവസാനം ന്യൂനമർദ്ദം, മഴ, ഇങ്ങനെയൊക്കെ പോകുന്നു അല്ലേ? കാലാവസ്ഥ മാറി മാറി. കഴിഞ്ഞ ആഴ്ച ഭയങ്കര ചൂടായിരുന്നു. പുറത്തിറങ്ങുമ്പോഴൊക്കെ നമുക്ക് സ്കിന്നിലൊക്കെ എന്താ പറയുക, സൺടാനൊക്കെ പെട്ടെന്ന് വരാൻ പാകത്തിന് ഭയങ്കര ചൂടായിരുന്നു. ഇപ്പം ആടെ മഴയായി. ഇതിങ്ങനെ മാറി മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കും. ചൂടായാലും നമ്മൾ കുറ്റം പറയും, മഴയായാലും നമ്മൾ കുറ്റം പറയും. മനുഷ്യ സ്വഭാവം അങ്ങനെയാണ്. വണ്ണം വെച്ചാൽ കുറ്റം പറയും, മെലിഞ്ഞാൽ കുറ്റം പറയും, പൊക്കം കുറഞ്ഞാൽ കുറ്റം പറയും, കൂടിയാൽ കുറ്റം പറയും, കറുത്താൽ കുറ്റം പറയും, വെളുത്താൽ കുറ്റം പറയും. അതുകൊണ്ട് അത് നോക്കണ്ട, എന്തെങ്കിലുമൊക്കെ ആകട്ടെ, മാറി മറിഞ്ഞ് വരട്ടെ, അതിനനുസൃതമായി നമ്മളും അങ്ങോട്ട് പോവുക. നാടോടുമ്പോൾ നടുവേ ഓടിക്കൊള്ളുക, കാലാവസ്ഥ മാറുമ്പോൾ അതിനനുസരിച്ച് ഓടിക്കൊള്ളുക, അല്ലേ? രണ്ടായാലും കൂടെ എടുത്ത് പുറത്തിറങ്ങാം. വെയിലായാലും, വലിയ വെയിലായാലും കൂടെ ചൂടുന്നത് നല്ലതാണ്. പിന്നെ സൂര്യൻ്റെ അൾട്രാ വയലറ്റ് കിരണങ്ങളെയൊക്കെ പ്രതിരോധിക്കാനായിട്ട്. മഴയാണെങ്കിലും കൂടെ ചൂടുന്നത് നല്ലതാണ്. ഇവിടെ അടുത്തുള്ള ഒരു ടൗണിൽ പോയി കുടയൊക്കെ ചൂടി മഴയത്ത് അങ്ങനെ പോയി ഫാഷൻ ഫാൻസി എന്ന് പറയുന്ന ഒരു കടയിൽ പോയി ക്രിസ്മസിനുള്ള ഒരുക്കങ്ങളൊക്കെ എന്താണ് എന്ന് നോക്കി. എന്ന് പറഞ്ഞാൽ ഡിസംബറായി, ഉണ്ണിയേശുവിനെ വരവേൽക്കാൻ വേണ്ടി നമുക്ക് പുൽക്കൂട് ഒരുക്കണം, ക്രിസ്മസ് ട്രീ ഒരുക്കണം, അല്ലേ? അപ്പോൾ ഇതിനൊക്കെ കുറച്ച് സാധനങ്ങൾ വേണമല്ലോ. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും, ഉണ്ണീശോയും അതിൻ്റെ സെറ്റും ഒക്കെ പുൽക്കൂടിൽ വയ്ക്കാൻ വേണ്ടിയിട്ട്. എങ്കിലും ചിലതൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നല്ലത് വാങ്ങണം, പുതിയത് വാങ്ങണം. പിന്നെ അതുപോലെ തന്നെ എന്താണ്, നക്ഷത്രം വാങ്ങണം, നക്ഷത്രം തൂക്കണം. അതൊക്കെയല്ലേ ഡിസംബറിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് നക്ഷത്രമുണ്ടോ? പിന്നെ ക്രിസ്മസ് ട്രീ ഒക്കെ ഇപ്പോൾ റെഡിമെയ്ഡാ, അല്ലേ? അത് കടയിലുണ്ടോ? പണ്ടൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ എന്ത് രസമായിരുന്നു നമ്മുടെ ചെറുപ്പകാലത്ത്. എന്താന്ന് വെച്ചാൽ ഈ പേരൻസൊക്കെ കൂടിയിട്ട്, സഹോദരങ്ങളും ഒക്കെ കൂടിയിട്ട് ഓടയില്ലേ, ഓട, ഈറ്റ, അത് വെട്ടി കൊണ്ടുവന്നിട്ട് അതുകൊണ്ടുണ്ടാക്കുന്ന ഒരു നക്ഷത്രം. ഞാനൊക്കെ ഇളയ സഹോദരിയാണ്. അപ്പോൾ ഇങ്ങനെ ചേട്ടന്മാരൊക്കെ ഇത് ഉണ്ടാക്കുമ്പം ചുറ്റും പോയി ഇങ്ങനെ ഇരിക്കും, ചെറിയ കമ്പുകളൊക്കെ എടുത്തു കൊടുക്കും. എന്തൊരു രസമുള്ള കാലമായിരുന്നു. ആ നക്ഷത്രം ഇങ്ങനെ തൂക്കും, ഒരു വലിയ നക്ഷത്രം. കളറുള്ള പേപ്പറും കൊണ്ടൊക്കെ കവർ ചെയ്ത് ഉള്ളിലൊരു മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച്, അങ്ങനത്തെ ഈ കടലാസ് ഉണ്ടല്ലോ, ഈ മെഴുകുതിരിയുടെ കത്തിക്കുമ്പം അതിന് തീ പിടിക്കാതെ, കടലാസിന് തീ പിടിക്കാതെ നോക്കണം. അങ്ങനെയൊക്കെ അത് നല്ലൊരു കാലഘട്ടമായിരുന്നു. അതുപോലെ പുൽക്കൂടാണെങ്കിലും കമുകിൻ്റെ വാരി വെച്ചിട്ടും ഓട വെച്ചിട്ടും ഒക്കെ കെട്ടി ഉണ്ടാക്കി, കാലിത്തൊഴുത്തിൻ്റെ ചെറിയ ഇങ്ങനെ കെട്ടിടം പോലെയൊക്കെ കെട്ടി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഉണ്ണീശോ പുല്ലൊക്കെ മുറിച്ച് കൊണ്ടുവന്ന് വെച്ച്, പിന്നെ അങ്ങനത്തെ പുൽക്കൂടായിരുന്നു. എന്ത് രസമായിരുന്നു ആ ഒരു കാലഘട്ടം. ഇപ്പം എല്ലാം വരവാണല്ലേ. ക്രിസ്മസ് ട്രീ വരെ വരവ് റെഡിമെയ്ഡാണ്. പണ്ട് മുറ്റത്തുള്ള ഏതെങ്കിലും നല്ല ഒരു മരം നോക്കി സെലക്ട് ചെയ്തിട്ട് അതിൽ ബൾബുമാലയൊക്കെ തൂക്കി, കുറേ ബലൂണൊക്കെ ഊതി വീർപ്പിച്ച് ഇങ്ങനെ കെട്ടിത്തൂക്കി, കുറേ ചെറിയ അപ്പൂപ്പന്മാരുടെ ഈ എന്താ പറയുക, മുഖാവരണം, മാസ്ക് ഒക്കെ വാങ്ങി ഇങ്ങനെ തൂക്കി നല്ല ആഘോഷമായ ക്രിസ്മസ് രാവുകളായിരുന്നു, അല്ലേ? ഇപ്പം അതിനൊക്കെ മാറ്റം വന്നു. അപ്പോൾ ഞാനിന്ന് ടൗണിൽ പോയപ്പോൾ ഉണ്ടല്ലോ, കടയിലൊന്ന് കയറി നോക്കി റെഡിമെയ്ഡ് ക്രിസ്മസ് ട്രീകളൊക്കെ എങ്ങനെയുണ്ട് എന്ന്. അപ്പം നല്ല രസമായിട്ട് അവിടെ കുറേ ട്രീകൾ നിരത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ട്രീയിൽ തൂക്കാനുള്ള സമ്മാനപ്പൊതി ഉള്ള ആ പാക്കറ്റുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ കാഴ്ചകൾ. പുൽക്കൂട് അല്ലെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള കാഴ്ചകളും കേൾവികളും ഒക്കെ ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തന്നുകൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും, കേട്ടോ? അപ്പം നമുക്ക് ആ കടയിലെ കാഴ്ചകളൊക്കെ ഇന്ന് കണ്ടു നോക്കാം. ഇവിടെ ഇത്തിരി ഇരുട്ടാണ് ഈ ഭാഗത്ത്, വീഡിയോയുടെ ആദ്യ ഭാഗത്തെ. അതെന്നാന്ന് ചോദിച്ചാൽ ഇപ്പം മഴയായതുകൊണ്ട് കറണ്ട് പോയേക്കുമായിരുന്നേ. ഇപ്പോൾ കറണ്ട് വന്നോളും. ടൗണല്ലേ, അധിക സമയമൊന്നും കറണ്ട് ഇല്ലാതിരിക്കുകയില്ല. അപ്പം ഞാൻ ഏതായാലും കയറിയതല്ലേ, വീഡിയോ അങ്ങ് ഷൂട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ് എന്നോടൊപ്പം ഉള്ളത്. ഇവൻ ഈ കടയിൽ നിൽക്കുന്നതാകട്ടോ. എവിടെ ചെന്നാലും ധാരാളം സ്റ്റുഡൻസ് ഉണ്ട്. അധ്യാപകർക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്, എല്ലാ ഹെൽപ്പിനും സ്റ്റുഡൻസിനെ കിട്ടുമെന്നുള്ളതാണേ. വന്നല്ലോ കറണ്ട്. ഇതാ ഇപ്പോൾ വീഡിയോയ്ക്ക് നല്ല തെളിച്ചം വന്നില്ലേ. അപ്പോൾ ഞാനിങ്ങനെ ആരാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുക, കാരണം ഇവനോട് വിലയൊക്കെ ചോദിക്കണമല്ലോ. അപ്പോൾ ഇവന് എൻ്റെ ഒപ്പം വേണം. അപ്പം പിന്നെ ആര് വീഡിയോ ഷൂട്ട് ചെയ്യുമെന്ന് വിചാരിച്ചങ്ങനെ
നിന്നപ്പോഴാണ് എൻ്റെ ഓപ്പോസിറ്റ് വേറൊരു പെൺകുട്ടി വന്നു. ആ പെൺകുട്ടിയെയും ഞാൻ പഠിപ്പിച്ചതാണ്. കുറേ നാൾ കൂടി കാണുന്നതാണ്. നോക്കണേ, അധ്യാപകർക്ക് എവിടെ ചെന്നാലും കിട്ടുന്ന ഒരു ഭാഗ്യം. സ്റ്റുഡൻസിൻ്റെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടാകും. ഏത് സഹായത്തിനും ഏത് സപ്പോർട്ടിനും സ്നേഹത്തോടെ നമ്മോടൊപ്പം നിൽക്കും എന്നുള്ളതാണ്. ദേ വെറൈറ്റി ഒരു നക്ഷത്രം. ക്രിസ്മസ് അപ്പൂപ്പന് ഇടാനുള്ള കുപ്പായങ്ങളൊക്കെ ഇവിടെ റെഡിയാണ്. പല വലിപ്പത്തിലുള്ള കുപ്പായങ്ങൾ, പല ഹൈറ്റും വെയ്റ്റും ഒക്കെ ഉള്ളവർക്കും പല ഏജ് ഗ്രൂപ്പിൽപ്പെട്ടവർക്കും ഒക്കെ പറ്റുന്ന വെറൈറ്റി റെഡിമെയ്ഡ് കുപ്പായങ്ങൾ ഇവിടെയുണ്ട്. പിന്നെ നമുക്ക് പുൽക്കൂട്ടിലും ക്രിസ്മസ് ട്രീയിലൊക്കെ അലങ്കരിക്കാൻ വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. നിറയെ ബൾബ് മാലകൾ, ബലൂണുകൾ, പിന്നെ വേറെ വേറെ കുഞ്ഞു കിങ്ങിണികൾ, ചെറിയ ചെറിയ ക്രിസ്മസ് അപ്പൂപ്പന്മാർ, ക്രിസ്മസ് അപ്പൂപ്പൻ്റെ മാസ്ക്, അങ്ങനെ ധാരാളം സാധനങ്ങൾ. പിന്നെ ക്രിസ്മസ് ട്രീയിൽ വയ്ക്കുന്ന ക്രിസ്മസ് സമ്മാനമില്ലേ, അതിനുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ നിറയെ ഉണ്ട് കേട്ടോ. ക്രിസ്മസ് ട്രീ ആദ്യ ഭാഗത്ത് നമ്മൾ കയറിയിടത്താണ് ബൾബിട്ട് ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നത്. നല്ല പുൽക്കൂടും ഉണ്ടായിരുന്നു. ആ പുൽക്കൂടിനകത്ത് ഉണ്ണീശോ, യോസേപ്പിതാവും മാതാവും ആട്ടിടയന്മാരൊക്കെയുള്ള സെറ്റുണ്ട്. അവിടെ ഇത്തിരി ഇരുട്ടായിരുന്നു. ഇനി ഈ വീഡിയോയുടെ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഒന്നുകൂടെ ആ ഭാഗം നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. കാരണം അന്നേരം ഇരുട്ടായിരുന്നല്ലോ. ഇപ്പോൾ ഇത് കണ്ടോ, ബോളുകൾ, വിവിധ കളറുകളിലുള്ള ബോളുകൾ, ഒരുപാട് സാധനങ്ങളുണ്ട്. കുഞ്ഞു കുഞ്ഞു ബെല്ലുണ്ട്. പിന്നെ ചെറിയ ചെറിയ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ മാസ്കുകൾ ഇഷ്ടം പോലെ. ഇതേ നല്ല വെളുത്ത താടിയുള്ള അപ്പൂപ്പനെ കണ്ടോ. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇതെല്ലാം കണ്ട് നടക്കുമ്പോൾ നമ്മുടെ മനസ്സ് കുട്ടിക്കാലത്തേക്ക് പോകും അല്ലേ. നമുക്ക് പ്രായമായി എന്നൊരു തോന്നലേ ഉണ്ടാകില്ല. ആ ഫീലിങ്ങൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളിതൊക്കെ കണ്ട് നടക്കുമ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തേക്ക് നമ്മുടെ മനസ്സങ്ങനെ തുള്ളിച്ചാടിപ്പോകും. നമുക്ക് ഇത്തരം ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെട്ടിരിക്കാമെങ്കിൽ നമുക്ക് കുറേ ചെറുപ്പം നിലനിർത്താൻ സാധിക്കും. കുറേ രോഗാവസ്ഥകളൊക്കെ മാറി നിൽക്കും. നമ്മൾ ആക്റ്റീവാകും. അപ്പോൾ എല്ലാത്തിലും നമ്മളും മക്കളോടൊപ്പം അങ്ങ് സഹകരിച്ച് പങ്കുകൊണ്ട് വയസ്സായി ഇനി ഒരു മൂലക്കിരിക്കാമെന്ന് വിചാരിക്കാതെ ക്രിസ്മസ് ഒക്കെ വരുന്നു, നമ്മളും കൂടെ പോയി ഇതൊക്കെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇത് കണ്ടോ. ഇപ്പോൾ എന്താണെന്നറിയാമോ, ഇവിടെ നമുക്ക് പീസായിട്ട് ഈ ഓരോ പീസായിട്ട്, അതായത് നമ്മുടെ സെറ്റിനകത്തെ യോസേപ്പിതാവോ മാതാവോ ആട്ടിടയന്മാർ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഡാമേജ് വന്ന് പോയിട്ടുണ്ടെങ്കിൽ ഒറ്റ പീസുകൾ ഇവിടെ കിട്ടും കേട്ടോ. പിന്നെ ഇതിപ്പോൾ കാണിക്കുന്നത് അലങ്കാര വസ്തുക്കളാണ്. വീണ്ടും നമ്മൾ വന്നിരിക്കുന്ന റൗണ്ടിലുള്ള ഒരു സാധനം കണ്ടു. പിന്നെ ഇതേ കുറേ മാലകളുണ്ട്. ഡാർക്ക് ഗ്രീന്, സിൽവർ കളറ്, പിങ്ക്, ബ്ലൂ കളറ്, അങ്ങനെ പല ഷെയ്ഡിലുള്ള പല കളറിലുള്ള മാലകളൊക്കെ ഇങ്ങനെ ഇഷ്ടം പോലെ തൂക്കിയിട്ടിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. മിതമായ റേറ്റാണ്, ന്യായമായ റേറ്റാണ്. ഈ അടുത്ത പ്രദേശത്തൊക്കെ ഉള്ളവർക്ക് വന്നാൽ കൈ നിറയെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോകാം. അങ്ങനെ ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ്റെ എൻ്റെ ഫേസിന് ചേരുന്ന വിധത്തിൽ വലിപ്പത്തിലുള്ള ഒരു മാസ്ക് കിട്ടി. അങ്ങനെ ഞാൻ ഒന്ന് വെച്ച് നോക്കി. തൽക്കാലം ഇത്തിരി നേരത്തേക്കൊരു ക്രിസ്മസ് അപ്പൂപ്പനായി, മാസ്ക് മാത്രം വെച്ച ക്രിസ്മസ് അപ്പൂപ്പനായി. നിങ്ങൾക്ക് ഇവിടെ വരാം. കണ്ടോ, ഇപ്പോൾ ലൈറ്റ് വന്നപ്പോൾ കണ്ടോ. ആദ്യം കയറിയപ്പോൾ നമ്മൾ ഈ ഭാഗമാണ് ഷൂട്ട് ചെയ്തത്. അന്നേരം അവിടെ ലൈറ്റ് ഇല്ലായിരുന്നു. കണ്ടോ പുൽക്കൂടിയിരിക്കുന്നത്. നല്ല സെറ്റുണ്ട്. ഉണ്ണീശോയും മാതാവും യോസേപ്പിതാവും ഒക്കെയുള്ള. പിന്നെ ഇതേ നിറയെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ സെറ്റ്. ഇത് ഓരോന്നായിട്ട് കൊടുക്കും. ഇത് ഉടുപ്പുകൾ, മാലകൾ എല്ലാം ഉണ്ട്. A to Z കാര്യങ്ങളുണ്ട്. അപ്പോൾ വന്നോളൂ, വാങ്ങിക്കോളൂ. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ചെറുപുഴയിലെ ഫാഷൻ ഫാൻസി സെൻറ്ററിലെ ക്രിസ്മസ് ഒരുക്കങ്ങൾ? കണ്ടോ, ഇഷ്ടപ്പെട്ടോ? ന്യായമായ വിലയിൽ, മിതമായ വിലയിൽ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഇതൊക്കെ കൈനിറയെ വാങ്ങിക്കൊണ്ടു പോകാം കേട്ടോ. അങ്ങനെ സന്തോഷ സമൃദ്ധമായ നന്മ നിറഞ്ഞ ഒരു ക്രിസ്മസ് ആഘോഷിക്കാവേ. അപ്പോൾ പോരെ, എന്നോടൊപ്പം പോരെ. ഫാഷൻ ഫാൻസി സെൻറ്ററിൽ നിന്ന് ഈ വക സാധനങ്ങളൊക്കെ വാങ്ങിപ്പോക്കോ. നല്ല റെഡിമെയ്ഡ് ക്രിസ്മസ് ട്രീ ഉണ്ട്. പുൽക്കൂടിലേക്ക് വെക്കേണ്ട സെറ്റുണ്ട്. പുൽക്കൂട് തന്നെയുണ്ട്. അതിനകത്ത് ഉണ്ണീശോയും യോസേപ്പിതാവും മാതാവും ആട്ടിടയന്മാരും ഒക്കെ ആയിട്ടുള്ള സെറ്റുണ്ട്. പിന്നെ പുൽക്കൂട് അലങ്കരിക്കാനുള്ള സാധനങ്ങളുണ്ട്. എല്ലാം ഇവിടെ ഒരു കുടക്കീഴിൽ ലഭ്യമാണ് കേട്ടോ.
അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് കാണുക, പരമാവധി പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും നന്നായിരിക്കട്ടെ, സന്തോഷമായിരിക്കട്ടെ. എല്ലാവർക്കും ഡിസംബർ ആദ്യം തന്നെ ഞാൻ ഒരു ഹാപ്പി ക്രിസ്മസ് നേരുകയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.